ചർച്ച തുടരുകയാണ്. ഫസലിന്റെ സഹോദരൻ ശ്രീ അബ്ദുറഹ്മാനും ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അബ്ദുറഹ്മാൻ, സുബീഷിൻ്റെതായി ഇന്നലെ വന്ന മൊഴി, ഇന്നിപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനം, ഇത് രണ്ടിനോടുമുള്ള നിങ്ങളുടെ പ്രതികരണം. ഹലോ ശ്രീ അബ്ദുറഹ്മാൻ, പറയാം. സുധീഷ് ഇതിന് മുമ്പ് പറഞ്ഞ മൊഴി ഇന്ന് പറഞ്ഞ മൊഴിയോ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇന്ന് സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണെന്ന് തോന്നും. പിന്നെ ഞങ്ങൾ ഒന്നും ആവശ്യപ്പെട്ടിട്ടുള്ളൂ കോടതിയോട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കേസ് ഇതും കൂടി അന്വേഷിക്കണമെന്ന് സിബിഐനോട് പറയുന്നത്, സിബിഐ കോടതിയില്. പിന്നെ അത് മാത്രമല്ല, ഈ കൊലപാതകം നടന്ന് ഒരു മാസം ചെയ്യുന്നതിന് മുമ്പ്, ഫസൽ മരണപ്പെട്ട് ഒരു മാസം ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ആളുകളുടെ അടുത്തും, എല്ലാ മുഖ്യമന്ത്രിന്റെ അടുത്തും ആഭ്യന്തരമന്ത്രിന്റെ അടുത്തും പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് അടക്കം പറഞ്ഞിട്ട് ഈ അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നതെന്ന്. ഈ കേസുമായി നിരന്തരം ബന്ധപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അന്ന് മുതൽ പറയാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ കുറ്റപത്രത്തിലുള്ള ഒരാളുകളും യഥാർത്ഥ പ്രതികളല്ല എന്ന അഭിപ്രായമാണോ അബ്ദുറഹ്മാന്? അല്ല, അത് കോടതി തീരുമാനിക്കേണ്ടത്. പക്ഷെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ വെളിപ്പെടുത്തല് അത് തീർച്ചയായിട്ടും അന്വേഷിക്കുന്നതിൽ എന്താ തെറ്റ്? CPM-ഉം RSS-ഉം ചേർന്ന് കൊല്ലില്ലല്ലോ. CPM-ഉം RSS-ഉം ചേർന്ന് കൊല്ലില്ലല്ലോ. CPM-കാരാണ് നേരത്തെ പിടിയിലായിരിക്കുന്നത്, ഇപ്പോൾ RSS-കാരാണെന്ന് പറയുന്നു. ഇപ്പം പരിപൂർണമായിട്ട് വിശ്വാസം എന്ന് വെച്ചാൽ ഈ കൊലപാതകം നടത്തിയ RSS തന്നെ. സുധീഷിന്റെ വെളിപ്പെടുത്തൽ അതാണ്. ഒരാള് 3-4 ആളെ പേരുകൾ പറയുന്നത്, ഞങ്ങളെ കൊന്നതെന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഫോൺ സംഭാഷണം ഞാൻ കേട്ടതാണ്. ആ ഫോൺ സംഭാഷണം തന്നെയല്ല എന്നാണ് സുബീഷ് പറയുന്നത്. അതല്ലെങ്കിൽ തെളിയിക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. അതെല്ലാം അന്വേഷണം നടത്തുന്ന CBIന്റെ അടുത്തും CBI കോടതിന്റെ അടുത്തുമാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. കാരണം ഇതും കൂടി അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. CBI എന്തായാലും ആവശ്യം നിരാകരിച്ചിരിക്കുന്നു. CBI കോടതിയിൽ നിങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? കോടതിയിൽ ഇത് തന്നെയാണ് ഈ വിഷയം. ഈ ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ പറയില്ലല്ലോ, ആ പറഞ്ഞത് അന്വേഷിക്കണം. ആ പറയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ മുഖലക്ഷണവും ഇന്ന് പറയുന്ന മനുഷ്യന്റെ മുഖലക്ഷണവും ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ വീഡിയോ പുറത്തു വന്നത്? എങ്ങനെ ഈ വീഡിയോ പുറത്തു വന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല, വിവരാവകാശ നിയമപ്രകാരം ഞാൻ വാങ്ങിയിട്ട് കോടതി കൊടുത്തു. വിവരാവകാശ നിയമപ്രകാരം പോലീസ് ചോദ്യം ചെയ്യുന്ന വീഡിയോ എങ്ങനെ കിട്ടും? കോടതി കൊടുത്തു. കേട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം ഈ വീഡിയോ, പോലീസ് ചോദ്യം ചെയ്യുന്ന വീഡിയോ എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും? കോടതിക്ക് വേണ്ടിയിട്ട് കോടതി കൊടുത്തു. അതായത് വിവരാവകാശ പ്രകാരം ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അന്നേരം പോലീസ് എന്റെ അടുത്ത് പറഞ്ഞ് ഈ വീഡിയോ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കുന്നു പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ വീഡിയോ ആണിത്. അതെ. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചു? അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാണുന്ന അതായത് ഇങ്ങനെ ഒരു സംഭാഷണം അത് ശരിയായ രീതിയിൽ ഒന്ന് അന്വേഷിക്കണമെന്ന് മാത്രമേ നമ്മൾ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. കോടതി എന്താണ് എടുത്ത നിലപാട്? കോടതിന്റെ നിലപാട് 15-ാം തീയതി അറിയൂ. വ്യക്തമായില്ല. ഈ കോടതി 15-ാം തീയതിക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇതിന്റെ വിധി. ശരി. നമ്മൾ കൊടുത്ത ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് വിധി വരെ നമ്മൾ കാത്തു നിൽക്കും. നിങ്ങൾ ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ മാറ്റിവെച്ചത്. അതെന്താ വെച്ചാൽ കോടതിയുടെ കാര്യമല്ല, കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. കോടതി ഈ വീഡിയോ പരിഗണിക്കുമെന്നുള്ള എന്തുറപ്പാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. അതായത് ഈ ഫസൽ കൊല്ലപ്പെട്ടത് ഒരു റംസാൻ മാസത്തിലാണ്. ഈ വെളിപ്പെടുത്തലും വന്നത് ഒരു റംസാൻ മാസത്തിലാണ്. സത്യം എന്ന് പറയുന്ന ഒരു സാധനം ദുനിയാവിലുണ്ടെങ്കിൽ ഇതെന്തായിരുന്നാലും തെളിയിക്കപ്പെടൂ. അതൊരു വിശ്വാസം എനിക്കുള്ളത്. ആ വിശ്വാസപ്രകാരമാണ് പറയുകയും ചെയ്യുന്നത്. പിന്നെ ആരെന്ത് നിശ്ചയിച്ചാലും അത് തെളിയിക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. ശ്രീ പ്രകാശ് മാസ്റ്റർ, പോലീസ് ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണ് പുറത്തു വരുന്നത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ആരുടെ ആവശ്യപ്രകാരമാണ്? വിവരാവകാശ നിയമപ്രകാരം പോലീസ് ചോദ്യം ചെയ്യുന്ന വീഡിയോ എങ്ങനെ ലഭിക്കും? ആരുടെ ആവശ്യപ്രകാരമാണ് എന്നുള്ളതല്ല അന്വേഷിക്കേണ്ടത്. ഇവിടെ എങ്ങനെയാണ് ഫസൽ കൊല്ലപ്പെട്ടത്, ആരാണ് ഉത്തരവാദികൾ, ഇതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ സുബീഷ് പറയുന്നുണ്ട്. ഇവിടെ നിലവിൽ പ്രതികളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ആളുകൾക്ക് ഇത് അന്വേഷിക്കണമെന്നാണ് അവരുടെ ആവശ്യം.
സുബീഷ് ഇന്ന് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞങ്ങൾ സന്നദ്ധമാണ്. പിന്നെ എന്തുകൊണ്ടാണ് CBI അന്വേഷിക്കാതിരിക്കുന്നത്? ഇവിടെ കേസ് വിചാരണയുടെ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് പ്രഖ്യാപിക്കപ്പെട്ട പ്രതികളല്ല എന്ന് വന്നപ്പോൾ അത് മാറ്റിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അതെങ്ങനെയാണ് നിലനിൽക്കുക? ഞാൻ പറയുന്നത്, ഇവിടെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതികളായി പ്രഖ്യാപിക്കപ്പെട്ട ആളുകൾ അങ്ങനെയല്ല എന്ന് പറയുന്ന പുതിയ തെളിവുണ്ടായാൽ അത് അന്വേഷിക്കുന്നതിന് ധാരാളം സാഹചര്യങ്ങൾ കേസിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ സ്വാഭാവികം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ ഈ വീഡിയോ എങ്ങനെ പുറത്തു വന്നു എന്നുള്ള ചോദ്യമുണ്ടല്ലോ. പോലീസിന്റെ പക്കലുള്ള വീഡിയോ ആണല്ലോ, അതെങ്ങനെ പുറത്തു വന്നു? വീഡിയോ പുറത്തു വന്നതിനേക്കാൾ ഏറെ പ്രധാനം ഫസൽ കേസിനകത്ത് ഇവിടെ ആരാണ് യഥാർത്ഥ പ്രതികളെന്ന് കണ്ടുപിടിക്കേണ്ടതല്ലേ? അതും ശരിയാണ്. പക്ഷേ ഇപ്പോൾ നിയമവിദഗ്ധനായ ശ്രീ ഉദയഭാനു പറഞ്ഞത് താങ്കൾ കേട്ടിരിക്കും, നിയമപരമായി ഈ വീഡിയോ നിലനിൽക്കില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷം കോടതിയിൽ ഹാജരാക്കും മുമ്പ് ഇത്ര ദീർഘമായി ചോദ്യം ചെയ്യുന്നത് തെറ്റാണ്, നിയമപരമായി തെറ്റാണ്. നിയമപരമായി കോടതിക്ക് ഈ പറയുന്ന വീഡിയോ തെളിവെടുക്കാൻ കഴിയില്ല. പക്ഷേ അന്വേഷണത്തിന് ഈ കാര്യം വിധേയപ്പെടുത്തുന്നതിന് എന്താ പേര് തർക്കമുള്ളത്? ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ അന്വേഷിക്കണം എന്ന ആവശ്യം. നിങ്ങൾ വീഡിയോ തെളിവാക്കി എടുത്തിട്ട് കുറ്റവാളികൾ പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്നാൽ ഒരു പുതിയ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ ബെസ്റ്റ് ബേക്കറി കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞ പോലെ യഥാർത്ഥ കുറ്റവാളികളെ ശരിയാണ്, അത് ബോധ്യപ്പെടുത്താനാകണ്ടേ? അതിനുശേഷം ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതൊക്കെ നിഷേധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോഴെങ്ങനെ അതിനോട് താരതമ്യം ചെയ്യാനാകും? സ്മൃതി, ഈ കേസിനകത്ത് സംശയം വന്നിരിക്കുന്നു എന്നുള്ളത് വസ്തുതയല്ലേ? ആരാണ് കൊലപാതകം നടത്തിയിരിക്കുന്നതെന്നതിനെ സംബന്ധിച്ച് ഇതുവരെയുള്ള അന്വേഷണത്തിൽ സംശയം വന്നിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ സംശയം തീർക്കേണ്ടതിന് ആരാ മുന്നിട്ടിറങ്ങേണ്ടത്? അന്വേഷണ ഏജൻസിയാണ്. അന്വേഷണ ഏജൻസി CBI ആണ്. അപ്പോൾ CBI അത് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സുബീഷ് പറയുന്നു ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. നിയമപരമായ സാധ്യത ഏത് തരത്തിലാണ് വരുന്നത്? ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ, വീഡിയോയുടെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ എന്ന പേരിൽ ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോലീസ് തന്നെ അന്വേഷണം നടത്തുക എന്നതാണോ പ്രായോഗികമായി നടക്കാവുന്ന കാര്യം? അതോ CBI തന്നെ ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് CBI പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്? സ്മൃതി, ഈ വെളിപ്പെടുത്തൽ ഇപ്പൊ നടത്തിയിരിക്കുന്നത് കേരള പോലീസിന്റെ മുൻപാകെ ആയതുകൊണ്ട് അത് നടത്തിയിരിക്കുന്ന ആൾ പറഞ്ഞതിന്റെ വിശ്വാസ്യത എത്രമാത്രം സത്യസന്ധമാണ് എന്നുള്ള സ്വതന്ത്രമായ രീതിയിലുള്ള അന്വേഷണം നടത്താനുള്ള ചുമതല കേരള പോലീസിന് തന്നെയാണ്. അങ്ങനെ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ കണ്ടെത്തി ഈ പറയുന്ന സുബീഷിന്റെ വിശ്വാസ്യത ഒരു മാനദണ്ഡമായിട്ട് എടുത്തുകൊണ്ട് പറയുന്നത് സത്യസന്ധമാണ് എന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ CBIയോട് കോടതിക്ക് ആവശ്യപ്പെടാൻ പറ്റുന്ന ഘട്ടം എത്തപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അതാണ് അപ്പോഴും സുബീഷിനെ വിശ്വസിക്കാമോ എന്നുള്ളതാണ് പോലീസ് കോടതി പരിശോധിക്കുക. അങ്ങനെ വരുമ്പോൾ അങ്ങനെയല്ലല്ലോ. വാർത്താ സമ്മേളനത്തിൽ മറ്റു കാര്യമല്ലേ പറഞ്ഞത്? എങ്ങനെ വിശ്വസിക്കാനാകും? കാര്യങ്ങൾ മാറ്റി മാറ്റി പറയില്ല. ഇവിടെ ഇത്തരമൊരു മൊഴി പോലീസിന് കൊടുത്തത് കൃത്യമായിട്ട് നമുക്ക് ആ വീഡിയോ ദൃശ്യം നോക്കിക്കഴിഞ്ഞാൽ അത് ഉള്ളിലുള്ള കാര്യം സത്യസന്ധമായി അദ്ദേഹം പറയുന്നതാണ്. അത് പോലീസിൻ്റെ സ്റ്റേഷനിലകത്ത് നൽകിയിട്ടുള്ള മൊഴി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വേറൊരാളുടെ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നത് ഓഡിയോ റെക്കോർഡായിട്ട് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അപ്പോൾ ഒറ്റപ്പെട്ട നിലയിൽ ഈ പോലീസ് സ്റ്റേഷനിലെ കുറ്റസമ്മത മൊഴിയെ കാണുക മാത്രമല്ല അന്വേഷണ ഏജൻസി ചെയ്യേണ്ടത്. 2 വർഷം മുമ്പേ നൽകിയിട്ടുള്ള മൊഴി BJP നേതാക്കന്മാർ പുറത്തു വന്നതിന് CPMൻ്റെ ഭാഗമായി മാറിയതിനെ തുടർന്ന് പുറത്തു വന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അന്നത്തെ വാർത്തകൾ, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കുക എന്നുള്ള സമീപനം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ അടിത്തറയായിട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അന്വേഷണ ഏജൻസിയായിട്ടുള്ള CBIക്ക് ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം നടത്താം. പക്ഷേ അത്തരമൊരു നിലപാട് CBI സ്വീകരിക്കുന്നില്ല. CPM ആഗ്രഹിക്കുന്ന പോലെ എങ്ങനെ നടക്കും? താങ്കൾ ഈ പറയുന്ന ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് വീഡിയോയിൽ ചുറ്റിപ്പറ്റി മാത്രമാണ് താങ്കൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും സുബീഷിനെ പറഞ്ഞ കാര്യങ്ങൾ മാറ്റും. അല്ല, വീഡിയോ മാത്രമല്ല, നേരത്തെ ആ NDF എന്ന് പറയുന്ന സുബീഷിൻ്റെ മൂവ്മെൻറ്റ്
ഫസലിന്റെ പ്രസ്ഥാനം അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ആർഎസ്എസ്കാരാണ് കൃത്യം ചെയ്യുന്നത്. കാര്യങ്ങൾ അന്ന് തന്നെ നിലനിൽക്കുന്നതാണ്. അത് അന്ന് കോടതി, അന്ന് CBI ആയാലും പോലീസ് ആയാലും പരിഗണിച്ചിട്ടില്ല എന്നല്ലേ പിന്നീട് ഇപ്പൊ കൃത്യമായിട്ട് താൻ ഉൾപ്പെടെയുള്ളവരാണ് ഈ കൃത്യം നടത്തിയെന്ന് പറയുന്നു. സുബീഷ് മാത്രമല്ല, മറ്റാളുകളെ പറ്റി കൂടി അദ്ദേഹം പറയാണ് എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഫസൽ കേസിൽ മാത്രമല്ല, ജി പവിത്രന്റെ കൊലപാതക കേസിലും ഞാൻ ഉണ്ടായിരുന്നു, ആ സംഭവത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അത്തരമൊരു കുറ്റസമ്മത മൊഴി സ്വാഭാവികമായിട്ടും പ്രഥമ ദൃഷ്ട്യാ വിശ്വാസത്തിലെടുത്ത് അന്വേഷണം നടത്താനുള്ള ഉത്തരവാദിത്വം CBIക്കുണ്ട്. ആ CBI അതിൽ ഏർപ്പെടണം എന്നതാണ് ഞങ്ങൾ പറയുന്നത്. മറുപടി ചോദിക്കാം ശ്രീ എം ടി രമേശ്.